വർഷത്തിനിടയിൽ നിഫ്റ്റി IT സൂചിക 26.3% ഇടിവാണ് രേഖപ്പെടുത്തിയത്. വിദേശ നിക്ഷേപകർ കഴിഞ്ഞ കുറേ കാലമായി ഈ മേഖലയിൽ തങ്ങളുടെ ഓഹരികൾ വിറ്റഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ വർദ്ധിച്ചതോടെ 2026 സാമ്പത്തിക വർഷത്തിന്റെ 4ാം പാദത്തിൽ വിദേശ നിക്ഷേപകർ അസാധാരണമായ വേഗത്തിൽ IT ഓഹരികൾ വിറ്റഴിച്ചതായി കാണപ്പെട്ടു. വാസ്തവത്തിൽ ജനുവരി ടു മാർച്ച് പാദത്തിൽ മാത്രം 20,000 കോടിയിലധികം രൂപ മൂല്യമുള്ള IT ഓഹരികളാണ് വിദേശ നിക്ഷേപകർ വിറ്റൊഴിച്ചത്. തൊട്ടു മുൻപത്തെ പാദത്തിൽ 6,862 കോടി രൂപ മാത്രമായിരുന്നു. IT ഓഹരികളെ സംബന്ധിച്ച് ഇത് നിരാശാജനകമായ സാഹചര്യമാണ്. എങ്കിലും വിദേശ നിക്ഷേപകർ ഒരു IT കമ്പനിയുടെ ഓഹരികൾ മാത്രം വൻതോതിൽ വാങ്ങിക്കൂട്ടി. ആ ഓഹരി ബിർള സോഫ്റ്റ് ലിമിറ്റഡ് ആണ്. ഈ കമ്പനിയിലെ തങ്ങളുടെ വിഹിതം 2.73% വർദ്ധിപ്പിച്ച് വിദേശ നിക്ഷേപകർ പാദാവസാനത്തോടെ ആകെ കൈവശം വെച്ചിരിക്കുന്ന ഓഹരി പങ്കാളിത്തം 13.64% ഉയർത്തിയിട്ടുണ്ട്. മറ്റെല്ലാ IT ഓഹരികളും കൈയൊഴിയുമ്പോഴും വിദേശ നിക്ഷേപകർ ഈ ഒരു ഓഹരി മാത്രം ഇത്രയധികം വാങ്ങിക്കൂട്ടാൻ കാരണം എന്തായിരിക്കും? നമുക്കൊന്ന് നോക്കാം. ഇന്ത്യയിലെ പ്രമുഖ ബിസിനസ് ഗ്രൂപ്പുകളിലൊന്നായ CK ബിർള ഗ്രൂപ്പിന്റെ ഭാഗമാണ് ബിർള സോഫ്റ്റ് ലിമിറ്റഡ്. വിവിധ വ്യവസായ മേഖലകളിൽ IT സേവനങ്ങളും പരിഹാരങ്ങളും നൽകുന്നതിൽ കമ്പനി വ്യാപൃതരാണ്. സോഫ്റ്റ്വെയർ വികസനം മുതൽ ഡിജിറ്റൽ സാങ്കേതിക വിദ്യകളുടെ നടപ്പിലാക്കൽ വരെ ബിർള സോഫ്റ്റ് ചെയ്യുന്നുണ്ട്. കമ്പനി എല്ലാ മേഖലകളിലും സേവനം നൽകുന്നുണ്ടെങ്കിലും വരുമാനത്തിന്റെ പ്രധാന ഭാഗവും ലഭിക്കുന്നത് മാനുഫാക്ചറിംഗ്, ബാങ്കിംഗ്, ഫൈനാൻഷ്യൽ സർവീസസ് ആൻഡ് ഇൻഷുറൻസ്, ലൈഫ് സയൻസ് ആൻഡ് സർവീസസ്, എനർജി ആൻഡ് യൂട്ടിലിറ്റീസ് എന്നീ മേഖലകളിൽ നിന്നാണ്. കമ്പനിയുടെ ഭൂരിഭാഗം ഉപഭോക്താക്കളും US-ലാണ്. അതായത് ഏകദേശം 85% വരുമാനം ലഭിക്കുന്നത്. ബാക്കിയുള്ളവ ലോകത്തിന്റെ മറ്റ് ഭാഗങ്ങളിൽ നിന്നുമാണ് ലഭിക്കുന്നത്. ഈ പാദത്തിൽ ബിർള സോഫ്റ്റ് മൊത്തം ഏകദേശം 1993 കോടി മൂല്യമുള്ള കരാറുകൾ സ്വന്തമാക്കിയിട്ടുണ്ട്. ഇത് മുൻപാദത്തിലെ $202 മില്യൺ 3% വർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കമ്പനി നേടിയ പ്രധാന കരാറുകളിൽ ഒരു പ്രമുഖ പേയ്മെന്റ് ആൻഡ് കാർഡ് ബിസിനസിന്റെ പണമിടപാട് സംവിധാനങ്ങൾ ആധുനീകരിക്കുന്ന പദ്ധതിയും ഇൻഷുറൻസ് മേഖലയ്ക്കായി ഒരു ഇന്റലിജന്റ് റിസ്ക് പ്ലാറ്റ്ഫോമുമായി ചേർന്നുള്ള തന്ത്രപരമായ നീക്കവും ഉൾപ്പെടുന്നുണ്ട്. കൂടാതെ വടക്കേ അമേരിക്കയിലെ ഒരു പ്രമുഖ ഹെൽത്ത് കെയർ കമ്പനിയുമായി ഒപ്പിട്ട ബഹുവർഷ കരാർ പ്രകാരം അവരുടെ കോർ ERP, ഇൻഫ്രാസ്ട്രക്ചർ, കസ്റ്റമർ എൻഗേജ്മെന്റ് പ്ലാറ്റ്ഫോം എന്നിവയുടെ പരിപാലന ചുമതലയും ബിർള സോഫ്റ്റ് ഏറ്റെടുത്തിട്ടുണ്ട്. 4ാം പാദത്തിൽ കമ്പനിയുടെ വിൽപ്പനയിൽ മുൻവർഷത്തെ അപേക്ഷിച്ച് 2.4% വർധനവ് മാത്രമാണ് ഉണ്ടായത്. അതായത് 1,317 കോടി രൂപയിൽ നിന്ന് 1,349 കോടി രൂപ. എങ്കിലും വിൽപ്പനയിലെ ഈ മന്ദഗതിക്കിടയിലും ലാഭത്തിൽ 44% എന്ന വൻ വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇക്കാലയളവിൽ കമ്പനിയുടെ ലാഭം 122 കോടി രൂപയിൽ നിന്ന് 176 കോടി രൂപയായി ഉയർന്നു. പ്രവർത്തനക്ഷമതയിലുണ്ടായ മികച്ച പുരോഗതിയും വിനിമയ നിരക്കിലുണ്ടായ അനുകൂല സാഹചര്യങ്ങളുമാണ് ലാഭം വർദ്ധിക്കാൻ കാരണമായതെന്ന് മാനേജ്മെന്റ് വിലയിരുത്തുന്നു. തുടർച്ചയായ 3ാം പാദത്തിലും എബിറ്റ മാർജിനിൽ വർധനവ് രേഖപ്പെടുത്തിയതായും മാനേജ്മെന്റ് വ്യക്തമാക്കി. 2025 4ാം പാദത്തിൽ 13.2% മാർജിൻ 2026 3ാം പാദത്തിൽ 18.2%, 4ാം പാദത്തിൽ 18.5% ഉയർന്നു. ഈ ആരോഗ്യകരമായിട്ടുള്ള മാർജിൻ വളർച്ച വരും പാദങ്ങളിൽ തുടരുമെന്ന് തന്നെയാണ് കമ്പനിയുടെ പ്രതീക്ഷ. അതേസമയം 2026 സാമ്പത്തിക വർഷത്തെ മൊത്തത്തിലുള്ള വിൽപ്പന മുൻവർഷത്തെ അപേക്ഷിച്ച് 1.2% കുറഞ്ഞ് 5,310 കോടി രൂപയിലെത്തി. ലാഭം 518 കോടി രൂപയായി ഏതാണ്ട് മാറ്റമില്ലാതെയും തുടർന്നു. സാമ്പത്തിക വർഷം മുഴുവനായുള്ള വിൽപ്പനയിൽ മന്ദതയുണ്ടായിട്ടും സമീപകാല പാദങ്ങളിലെ വളർച്ചയിലും കമ്പനിയുടെ ഭാവി സാധ്യതകളിലുമാണ് വിദേശ നിക്ഷേപകർ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ബിർള സോഫ്റ്റ് തങ്ങളുടെ ഓഹരി ഉടമകൾക്ക് കൃത്യമായി ലാഭവിഹിതം നൽകുന്ന കമ്പനിയാണ്. ഇൻഡസ്ട്രി മീഡിയൻ വെറും 0.34% ആയിരിക്കെ കമ്പനിയുടെ നിലവിലെ ഡിവിഡൻഡ് yield 1.94%. എന്നാൽ കമ്പനിയുടെ റിട്ടേൺ ഓൺ ഇക്വിറ്റി 14.35%. ഇത് ഇൻഡസ്ട്രി മീഡിയനേക്കാൾ കുറവാണെന്ന് കാണാം. കൂടാതെ ഡെറ്റ് ടു ഇക്വിറ്റി അനുപാതം വെറും 0.03 ടൈംസ് മാത്രമുള്ള ഈ കമ്പനി ഏതാണ്ട് ഡെറ്റ് ഫ്രീ ആണ്. വിദേശ നിക്ഷേപകർ ഈ IT ഓഹരി വാങ്ങാൻ മറ്റൊരു കാരണം ഇതിന്റെ വാല്യുവേഷൻ ആയിരിക്കാം. വ്യവസായ ശരാശരിയായ 20 ടൈംസിനേക്കാൾ കുറഞ്ഞ് 17.2 ടൈംസ് പ്രൈസ് ഏർണിംഗ്സ് അനുപാതത്തിലാണ് ഓഹരി വ്യാപാരം നടത്തുന്നത്. പ്രൈസ് ടു ബുക്ക് വാല്യൂ അനുപാതവും വ്യവസായ ശരാശരിയായ 3.6 ടൈംസിനേക്കാൾ കുറഞ്ഞ് 2.3 ടൈംസ് എന്ന നിലയിലാണ് തുടരുന്നത്. ഇത് മറ്റ് സമാന കമ്പനികളെ അപേക്ഷിച്ച് ഈ ഓഹരി ആകർഷകമായ വിലയിൽ ലഭ്യമാണെന്ന് സൂചിപ്പിക്കുന്നു. IT വ്യവസായത്തെ പൊതുവെ മാന്ദ്യം, ഉപഭോക്താക്കളുടെ മുൻഗണനകളിലെ മാറ്റം, ഭൗമരാഷ്ട്രീയ പ്രശ്നങ്ങൾ, നിയന്ത്രണ വെല്ലുവിളികൾ എന്നിവ ബാധിക്കുമ്പോഴും ബിർള സോഫ്റ്റ് മികച്ച പ്രവർത്തനക്ഷമതയിലൂടെ തങ്ങളുടേതായ ഇടം കണ്ടെത്തുന്നുണ്ട്. മിക്ക IT ഓഹരികളും വിറ്റഴിക്കുമ്പോഴും വിദേശ നിക്ഷേപകർ ഈ കമ്പനിയിൽ നിക്ഷേപം നടത്തുന്നത് സമീപകാലത്തെ വലിയ കരാറുകളും മികച്ച ലാഭക്ഷമതയും കണക്കിലെടുത്തുകൊണ്ടാകാം. ഓഹരിയുടെ വളർച്ചാ സാധ്യതയിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? താഴെ കമന്റ് ചെയ്യുക.